കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? പി. എൻ. പണിക്കർ. പി. എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? പുതുവായിൽ നാരായണ പണിക്കർ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി. എൻ. പണിക്കർ. വായനാ ദിനം എന്നാണ്? ജൂൺ 19. എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആരുടെ സന്ദേശമാണ് ഇത്? പി. എൻ. പണിക്കർ. ഏത് വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാലാ പ്രസ്ഥാനം ആരംഭിച്ചത്? സനാതനധർമ്മം. പി. എൻ. പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 2004 ജൂൺ 19. പി. എൻ. പണിക്കർ ജനിച്ചതെവിടെ? നീലംപേരൂർ. വായനാവാരം എന്ന് മുതൽ എന്ന് വരെ? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്ര? 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ഏത്? 1993. എഴുത്തച്ഛൻ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്ക്? സക്കറിയ. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, കയർ എന്നീ കൃതികൾ എഴുതിയതാര്? തകഴി ശിവശങ്കരപ്പിള്ള. മുത്തശ്ശി എന്ന കവിത രചിച്ചതാര്? എൻ. ബാലാമണിയമ്മ. സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലൈറ്റ് അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം ഏത്? വിധേയൻ. മറന്നുവച്ച വസ്തുക്കൾ എന്ന കവിത രചിച്ചതാര്? സച്ചിദാനന്ദൻ. ഭൂമിഗീതങ്ങൾ എന്ന കൃതി രചിച്ചതാര്? വിഷ്ണുനാരായണൻ നമ്പൂതിരി. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻപറമ്പിൽ. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത്? സാഹിത്യലോകം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആര്? പി. വത്സല. 2021 വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ബെന്യാമിൻ.
2020 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? നീൽമണി ഫുക്കൻ, ആസാമീസ് കവി. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗോവൻ നോവലിസ്റ്റ് ആര്? ദാമോദർ മൗസോ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച 6ാമത്തെ മലയാളി ആര്? ഡോക്ടർ എം ലീലാവതി. ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ആര്? പ്രൊഫസർ എസ് ശിവദാസ്. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുധിനി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? സാറ ജോസഫ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി ഏത്? ഹൃദയരാഗങ്ങൾ. 2021 സരസ്വതി സമ്മാനം ലഭിച്ച ഹിന്ദി കവി ആര്? ഡോക്ടർ രാംദരസ് മിശ്ര. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ് ആര്? രഘുനാഥ് പാലേരി. പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ക്രൂപ്സ്കായ അവാർഡ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? മലയാളം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഗ്രീക്ക് സാഹിത്യം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥാലോകം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം.